കണക്കിന് പ്രിയരെ, ദൈവത്തിന്റെ ഹിതത്തിനായിട്ട് കാത്തിരിക്കണം. ആട്ടെ, എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തേണ്ടത് കൊണ്ട് ഞാൻ ഓടിച്ചങ്ങ് പോകും. ഇടയ്ക്കത്തെ ഭാഗം വിശദീകരിച്ച് പോകുന്നില്ല. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ ആദമിനെ ഹവ്വയെയും തോട്ടത്തിൽ നിന്ന് വെളിയിലാക്കി ഇവർ ജീവിതം ആരംഭിച്ചു. തലമുറകളുണ്ടായി. ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. കയ്യനും ഹാബേലിനെ കൊന്നു. വീണ്ടും ആദമിന് ഒരു തലമുറയെ ദൈവം കൊടുത്തു. കയ്യൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞവനെ ഷേത്ത് എന്ന് പേരിട്ടു. ഷേത്തിൽ നിന്ന് ഏനോഷ്, ഏനോഷിൽ നിന്ന് കേനാൻ, മഗലേല്, യാരദ്, മധുശലേക്ക്, അങ്ങനെ നിങ്ങൾക്ക് തലമുറയാ. അങ്ങനെ വന്ന് അബ്രഹാമിൽ നിന്ന് ഇസഖാക്ക്, ഇസഖാക്കിൽ നിന്ന് യാക്കോബ്, യാക്കോബിൽ നിന്ന് ഗോത്രപിതാക്കന്മാരാകുന്ന 12 പേര്. ഇവര് യോസഫിന്റെ കാലത്ത് മിസ്രൈമിലെത്തി. അങ്ങനെ എഴുതിയിരിക്കുന്നത്. യോസഫിന്റെ കാലത്ത് ഇവര് മിസ്രൈമിൽ എത്തി. അവിടെ ഒരു കണക്ക് എത്ര പേര് വന്നെന്നാ? 70 പേര് വന്നെന്ന. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യവും, ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായത്തിന്റെ 27-ാം വാക്യവും, ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യവും. 3 വാക്യങ്ങൾ നിങ്ങൾ ക്രമത്തിൽ ഉറക്കെ പെട്ടെന്ന് വായിക്കാമെങ്കിൽ വളരെ നന്നായിരിക്കും. ആദ്യം ഉൽപ്പത്തി 46-ന്റെ 27, അതിനുശേഷം പുറപ്പാട് 1-ന്റെ 5, അതിനുശേഷം ആവർത്തന 10-ന്റെ 22. യോസഫിന് മിസ്രൈമിൽ വെച്ച് ജനിച്ച പുത്രന്മാർ 2 പേർ. മിസ്രൈമിൽ വന്നവരായ യാക്കോബിന്റെ കുടുംബം ആകെ 70 പേർ. മിസ്രൈം എന്ന യാക്കോബിന്റെ കുടുംബം ആകെ 70 പേര്. ഇനി പുറപ്പാട് 1-ന്റെ 5. യാക്കോബിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച ദേഹികളെല്ലാം കൂടെ 70 പേർ. ഇനി ആവർത്തനം 10-ന്റെ 22. നിന്റെ പിതാക്കന്മാരില്ല 70 ദേഹികളെന്നാ വായിച്ചത്. ദേഹികളായി മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി. നിന്റെ പിതാക്കന്മാർ 70 ദേഹികളായി മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി. മതി. അപ്പൊ ശ്രദ്ധിക്കുക, ഉൽപ്പത്തി പുസ്തകം 46-ന്റെ 27-ലും പുറപ്പാട് പുസ്തകം 1-ന്റെ 5-ലും ആവർത്തന പുസ്തകം 10-ന്റെ 22-ൽ 70 പേര് വന്നെന്ന. എന്നാൽ സ്തേവാനോസിന്റെ പ്രഥമ പ്രസംഗത്തിൽ 75 പേര് വന്നെന്നൊരു വാക്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. ദൈവം അബ്രഹാമിനോട് 14. യോസേഫ് ആളെ അയച്ച് തന്റെ പിതാവായ യാക്കോബിനെയും കുടുംബത്തെ ഒക്കെയും വരുത്തി. അവർ ആകെ 75 പേരായിരുന്നു. അവരാകെ 75 പേര്. അവിടെ ദൈവദാസനാണോ വായിച്ചു? ആരോ അവിടെ വായിച്ചു. എന്നാലും പിണങ്ങരുത്, മൈക്കിൽ കൂടെ വായിപ്പിച്ചെന്നേ ഉള്ളൂ. ദൈവം അനുഗ്രഹിക്കും. നിങ്ങൾ ചടികടാന്ന് വായിക്കണം കേട്ടോ. മോടെ പേരെന്തോ? സ്റ്റെഫാനിയ, നല്ല പേര്. മോടെ പേരെന്തോ? നീതു, നിഷ. നിങ്ങൾ രണ്ടും ജനിച്ചതേ പെന്തിക്കോസിലായിരുന്നോ? അല്ല, ആ പേര് കേൾക്കുമ്പോൾ എനിക്കറിയാം. നമ്മളോ? കേൾക്കുമ്പോൾ അറിയാം. എന്നാലും നിങ്ങൾ 3 പേരും വായിച്ചു തരണം കേട്ടോ. ചടികടാന്ന് വായിക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, ഉൽപ്പത്തി 46-ന്റെ 27, പുറപ്പാട് 1-ന്റെ 5, ആവർത്തന 10-ന്റെ 22, ഈ 3 വാക്യത്തിൽ 70 പേര് മിസ്രൈമിലെത്തിയെന്ന. എന്നാൽ സ്തേവാനോസിന്റെ പ്രഥമ പ്രസംഗത്തിൽ 75 പേര് വന്നെന്ന. അപ്പോൾ വേദപുസ്തകം വായിക്കുന്നവർക്ക് ഡൗട്ട് ഉണ്ടാകും. മറ്റു 3 സ്ഥലത്ത് 70 പേരെന്നും പുതിയ നിയമത്തിൽ വന്നപ്പം 75. അപ്പൊ ഇത് വായിക്കുന്നവർക്ക് ഡൗട്ട് ഉണ്ടാകും. ചുമ്മാ ഇരിക്കുന്ന നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകുകയല്ല, വായിക്കുന്നവർക്ക് ഇത് ഡൗട്ട് ഉണ്ടാകും. അവിടെ 3 70, ഇവിടെ 75 തന്നെ. എന്തോ കുഴപ്പം. ഇങ്ങനെ വേദപുസ്തകത്തിൽ ചില പ്രയോഗമുണ്ട്. ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്കറിയാം, പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് ഈ ബിലയാമിനോടുള്ള ബന്ധത്തിൽ ആ വിഷയം പഠിച്ചു വരുമ്പോൾ ബാധ കൊണ്ട് മരിച്ചു പോയത് 24,000 അങ്ങനല്ലേ കൊടുത്തേക്കുന്നത്? ബാധ കൊണ്ട് മരിച്ചു പോയത് 24,000 അങ്ങനല്ലേ മോളെ? സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിലെ ബാധ കൊണ്ട് മരിച്ചു പോയത് 24,000 പേരെന്നല്ലേ? ആരും കണ്ടില്ലേ?
ആ റെഫറൻസ് ഒന്ന് പറഞ്ഞ പോലെ 9-ാം വാക്യമല്ലേ? 9-ാം മൈക്ക് അങ്ങോട്ട് കാണിച്ചു കൊടുത്ത്, മൈക്ക് അങ്ങോട്ട് മൈക്ക് കാണിച്ചു കൊടുക്കാൻ. ബാധ കൊണ്ട് മരിച്ചു പോയവർ 24,000 പേർ. 24,000 പേരെന്നാ. ഇവര് ശിത്തീമിൽ പാർക്കുമ്പോൾ ജനമോമായ സ്ത്രീകളുമായിട്ട് വ്യവസ്ഥ തെറ്റി ഇടപെട്ടു. തന്നിമിത്തോടത്തെ പ്രശ്നങ്ങൾ താഴോട്ട് പറഞ്ഞു വരുമ്പോൾ ഒരു ഇസ്രായേലിന്റെ മിദ്യാന്യ സ്ത്രീയുമായിട്ട് കയറി വന്നു. സിമ്രി, അവിടെ പേര് ഹൊസ്ബി. ഇവർ രണ്ടുകൂടെ കയറി വന്നു. കയറി വന്നപ്പോൾ മോശ അനങ്ങിയില്ല, മിണ്ടിയില്ല. അഹരോനുമൊക്കെ ഇരിപ്പുണ്ട്. എല്ലാവരും കണ്ണുവാട്ടം ചെയ്തു. എന്നാൽ അഹരോൻ സഹോദരന്റെ മകനാകുന്ന എലിയാസിന്റെ മകനായ ഫീനേഹാസ് എന്ന് പറഞ്ഞ യൗവനക്കാരൻ തീക്ഷണയുണ്ടായിട്ട് അവൻ പെട്ടെന്ന് ഒരു കുന്തമെടുത്ത് അന്തപുരത്തിനകത്തോട്ട് ചെന്ന് ആ കയറിപ്പോയ സിമ്രിയെയും ഹബ്സിയെയും ഉദരം തുളയും വണ്ണം കുത്തിക്കടത്തി. അങ്ങനെ ബാധ മാറി. അവിടെ വായിക്കുന്നത് ബാധയാൽ 9-ാം വാക്യത്തിൽ ബാധ കൊണ്ട് മരിച്ചു പോയവര് 24,000 എന്നാണ്. എന്നാൽ ഈ വിഷയം പൗലോസ് പറഞ്ഞപ്പോ 23,000 എന്നാ കൊടുത്തേക്കുന്നത്. പൗലോസ് ഈ കണക്ക് പറഞ്ഞപ്പോ വായിച്ചേ 10-ാം അധ്യായത്തിന്റെ 8-9 അല്ലേ? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ന്റെ 8-9 അല്ലേ? അവിടെ 23,000 എന്നല്ലേ? അവരിൽ ചിലർ പരസംഗം ചെയ്ത ഒരു ദിവസത്തിൽ 23,000 പേർ വീണു പോയത്. എത്ര പേര് പോയെന്ന? 23,000. 23,000. സംഖ്യാപുസ്തകത്തിൽ എത്രയാ? 24. അപ്പം സംഖ്യാപുസ്തകത്തിൽ 24,000 എന്ന് പറഞ്ഞു. പൗലോസ് ഇവിടെ പറഞ്ഞേക്കുന്നത് 23,000. അതിനാ ഭാഷ അങ്ങനെ ഒത്തിരി ഉണ്ട്. വേറോസത്തിൽ ഒത്തിരി തെറ്റുകളുണ്ട്. പിന്നെ നമ്മൾ മിണ്ടുന്നില്ലെന്നേ. ചേട്ടാ ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. ഒത്തിരി തെറ്റുകളുണ്ട്. അതിൽ കയ്യിനൊരു ഭാര്യ എവിടുന്ന് കിട്ടി? ആകെ ഉള്ളത് അമ്മയാണ്. പിന്നെ ഇവിടുന്ന് അങ്ങനെയൊക്കെ ഉണ്ട്, ഒത്തിരി തെറ്റുകളുണ്ട്. ചേട്ടാ ഈ നോട്ടോ ഇരിപ്പം കണ്ടിട്ട്, കാരണം ഈ പുസ്തകം വായിക്കുന്നില്ലല്ലോ. നമ്മുടെ വിഷയം ഇപ്പൊ അതല്ലാത്തതുകൊണ്ട് അതെല്ലാം വിവരിക്കാൻ നേരമില്ല. സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിൽ 24,000 പേര് ബാധകളാൽ മരിച്ചു. ഈ വിഷയം പുതിയ നിയമത്തിൽ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൽ പറയുമ്പോൾ 23,000 പേരെന്നാ. അപ്പൊ ചിലക്ക് ഇത് പുസ്തകം നന്നായിട്ട് ശ്രദ്ധിച്ച് വായിക്കാത്തവർക്ക് ഡൗട്ട് ഉണ്ടാകും. ശ്രദ്ധിച്ച് വായിക്കുന്നവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. നിങ്ങൾക്ക് ചിലർക്ക് മനസ്സിലായി. ഈ ബാധകളാൽ മരിച്ചുപോയവരുടെ മൊത്തം കണക്ക് ആ സംഖ്യാപുസ്തകത്തിൽ കൊടുത്തേക്കുന്നത് 24,000. ആ 24,000-ത്തിൽ ഒരു ദിവസം തന്നെ പോയവരുടെ കണക്ക് ആ പൗലോസ് പറഞ്ഞേക്കുന്നത് 23,000. അങ്ങനെ മോളെ കൊരിന്ത്യരുടെ വാക്യം നന്നായിട്ട് വായിച്ച ആ വാക്യം. ഒരു ദിവസം അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേര്. അപ്പോൾ ഇത് മൊത്തം പോയവരുടെ കണക്ക് ആ സംഖ്യാപുസ്തകത്തിൽ 24. ആ 24,000-ത്തിൽ ഒരു ദിവസം പട്ടുപോയവരുടെ കണക്കാ പൗലോസ് പറഞ്ഞേക്കുന്നത് 23 എന്ന് പറഞ്ഞ പോലെ ഒരു കണക്കാണ്. ഉൽപ്പത്തി പുസ്തകം 46-ന്റെ 27, പുറപ്പാട് 1-ന്റെ 5, ആവർത്തനം 10-ന്റെ 22 70 പേര് വന്നെന്ന്. സ്തേഫാനോസിന്റെ പ്രഥമ പ്രസംഗത്തിൽ 75 പേര്. അപ്പൊ 5 പേരുടെ കണക്ക് അവിടെ കൂടി വരുന്നത്. അവരെ പറ്റി വേദപണ്ഡിതകൾ പറയുന്നത് 1 യാക്കോബ്, 2 യോസേപ്പ്, 3 യോസേപ്പിന്റെ ഭാര്യ ആസനത്ത്, 4 യോസേപ്പിന്റെ മൂത്ത മകൻ മനേഷെ, 5 യോസേപ്പിന്റെ ഇളയ മകൻ എബ്രയും. അപ്പൊ എബ്രയും, മനേഷെ, ആസനത്ത്, യോസേപ്പ്, യാക്കോബ്, അങ്ങനെ 75 പേരെ സ്തേഫാനോസ് തെളിയിച്ചു. ഇവര് യോസേപ്പിന്റെ കാലത്തെത്തി. യോസേപ്പിന്റെ കാലത്ത് ഇവര് മിസ്രയീമിലെത്തി. വന്നു കഴിഞ്ഞ് ഞാൻ എപ്പോഴും പറയും, ഈ മിസ്രയീമില് അപ്പനും ചേട്ടന്മാരും എല്ലാം കൂടെ വന്നു. മിസ്രയീമിലെത്തിയപ്പോൾ യോസേപ്പ് ജ്യേഷ്ഠന്മാരോട് പറഞ്ഞു, പിന്നെ നമ്മൾ നാളെ പറവോനെ കാണാൻ പോകും. ഞാൻ അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചേട്ടായിമാരും അപ്പച്ചന്മാരും ഞങ്ങൾ പഴയ പെന്തിക്കോസുകാർ, ഇവിടെ തിരുവല്ല കുമ്പനാടൊക്കെ ഞങ്ങൾ പഴയ പെന്തിക്കോസുകാരാ. ഇപ്പം ഇവിടെ വയനാട്ടിലോട്ട് വന്നതാ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പഴയ പെന്തിക്കോസുകാരാണ്. ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദറാണ് ഇത് തുടങ്ങിയത്, അബ്രഹാം. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വല്യപ്പച്ചനെ ഐസക് പാസ്റ്റർ, എൻ്റെ ഫാദർ ജേക്കബ് പാസ്റ്റർ, എല്ലാം പഴയ പാസ്റ്റർമാരാണ്. അബ്രഹാം പാസ്റ്റർ,
പറ. ഐസക് പാസ്റ്റർ, ജേക്കബ് പാസ്റ്റർ, എല്ലാം പാസ്റ്റർമാരാ. അപ്പൊ ഞാന് ഫറവോനോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെല്ലാം പാസ്റ്റർമാർ ഒത്തിരി ഞങ്ങളുടെ വീട്ടിലുണ്ട്, പഴയ ബെന്തിക്കോസുകാരാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ നാളെ ഫറവോനെ കാണാൻ പോകും. അപ്പൊ ഇവിടുത്തെ ഒരു രീതി, ഈ ഫറവോൻ നിങ്ങളെ, ഞാൻ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കണ്ട് ലോഹ്യം ചോദിക്കും, ഫറവോൻ ചോദിക്കും പേരെന്തുവാന്നൊക്കെ ചോദിക്കും. ഇവിടുത്തെ ശൈലിയാണ്, പേര് ചോദിക്കും. യാക്കോബിനോട് അങ്ങനെയല്ലേ ചോദിച്ചത്, പേരെന്നാണ്. അപ്പൊ യാക്കോബ് പറഞ്ഞ പേര് മാത്രമല്ല പറഞ്ഞത്, പേരെന്തുവാ? സ്തോത്രം, പ്രായം എന്തോ ഉണ്ട്. അപ്പൊ ഇങ്ങനെ പറഞ്ഞത്, എൻ്റെ പേര് യാക്കോബ് എന്നാ, എൻ്റെ പരദേശ പ്രയാണത്തിന്റെ കാലം 130, എൻ്റെ പിതാക്കന്മാരോളം ഞാൻ എത്തിയിട്ടുമില്ല. എന്ത് ക്ലിയറായാ പറഞ്ഞേ. അപ്പൊ ഇവിടുത്തെ രീതി അങ്ങനെ, പേര് ചോദിക്കും, പിന്നെ തൊഴില് ചോദിക്കും. തൊഴില് ഇപ്പൊ എന്തോ വർക്ക് ചെയ്യുന്നതൊക്കെ ചോദിക്കും. അത് ഇവിടുത്തെ ശൈലിയാ. അപ്പൊ അങ്ങനെ പറവോ നിങ്ങളെ ആളയച്ച് വിളിപ്പിച്ച് പേരും തൊഴിലും ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ സത്യം പറയണം. തൊഴിൽ എന്നാന്ന് നിങ്ങളെ കൃത്യം പറയും. എന്തോ പറയണം? ഞങ്ങളുടെ പിതാക്കന്മാരുമെല്ലാം നന്നായിട്ട് പറ. നിങ്ങൾ പുതുതായിട്ടൊന്നും എഴുതി ചേർക്കണ്ട, അതിലുള്ളതങ്ങ് പറഞ്ഞാൽ മതി. അതാരാ പറഞ്ഞേ? ഒരു പ്രയോഗം കൂടെ ഉണ്ട്, ഒന്ന് കറക്റ്റ് ആയിരിക്കുന്നു, ഒന്നുകൂടെ ഉണ്ട്. വാക്കുകളില്ല, ഭാഷണമില്ല. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ബാല്യം മുതൽ ഇന്ന് വരെ ഗോപാലകന്മാരാ, ഇടയന്മാരാകുന്നു, ആടുകളെ തീറ്റുന്നതാകുന്നു ഞങ്ങളുടെ തൊഴിൽ. അപ്പൊ 2 പ്രയോഗം, ഒന്ന് ഗോപാലകന്മാരും 2 ഇടയന്മാര്. അങ്ങനെ ഒന്ന് ഗോപാലകന്മാരും 2. ഈ 2 പ്രയോഗം വരുമ്പോൾ ജോലി എന്നാന്നും പിടികിട്ടി കാണും. എന്തുവാ ജോലി? നന്നായിട്ട് പറ. ഗോപാലകന്മാരും ഇടയന്മാരും. അപ്പൊ ഇവരുടെ തൊഴില് നല്ല ഭാഷയാണ്. അധ്യാപികയായിരുന്നു. എന്നാലും നല്ല ഭാഷ. ഗോക്കളെ അങ്ങനല്ലേ പറഞ്ഞേ? അതാ നല്ല പ്രയോഗം. ഗോപാലകന്മാരും ഇടയന്മാരും എന്ന് പറഞ്ഞാൽ ആടിനെയും പശുക്കളെയും തീറ്റുന്നവരാ. എന്ന് പറഞ്ഞാൽ കന്നുകാലികളെ മേയിക്കുന്നതാ ഞങ്ങളുടെ കുലത്തൊഴില്. ഇത് യോസേപ്പ് പറഞ്ഞു, അങ്ങനെ തന്നെ പറഞ്ഞേക്കണം, സത്യമേ പറയാവുള്ളൂ. അല്ല പറവം വിളിച്ച് നിങ്ങൾക്ക് തൊഴിൽ എന്നാന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് കുതിര ഉണ്ടായിരുന്നു, ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ചെറിയ ക്ഷീണം വന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് കുമ്പനാട്ട് കുതിര ലയമൊക്കെ ഉണ്ടായിരുന്നു, ആന ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ, 18 ആന ഞങ്ങളുടെ വീടിന് ചുറ്റും. ചുമ്മാ ഈ നാടൻ ഭാഷ പറഞ്ഞ കീർവാണം അടിക്കരുത്. ഞങ്ങൾക്ക് വലിയ ഗതിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഉള്ള വസ്തു വിറ്റേച്ച് അന്നത്തെ ഞങ്ങളുടെ വല്യപ്പന്റെ കാലത്ത് ഇഞ്ഞ് മലബാറിന് പറ കേറിയത്, അതാ നല്ലത്. അതാ ചുരം കേറി ഇഞ്ഞ് നല്ല പ്രയോഗം. നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കുന്നതല്ല. അതാ അവിടെ നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പം അന്നേരം ഞങ്ങളുടെ ഒരു സ്നേഹിതൻ, അപ്പച്ചന്റെ സ്നേഹിതൻ പറഞ്ഞടാ, അവിടെ വൈത്തിരിയിലെ സ്ഥലം കൊടുക്കുന്നുണ്ട്. അപ്പം പുള്ളി മേപ്പാടിയിലാ താമസിക്കുന്നത്. അപ്പച്ചനോട് പറഞ്ഞു മേപ്പാടിയിലോ വൈത്തിരിലോ. അങ്ങനെ ആദ്യം ഞങ്ങൾ മേപ്പാടിയിലാ വന്ന്. അവിടെ കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞു ഇവിടെ ചുള്ളിയോട് കുറച്ച് സ്ഥലം ചൊളിവിന്. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാന്നോ? നാളെ ഉണ്ടല്ലോ, ഞാൻ ഇപ്പൊ ഒന്ന് ഒന്ന് മട്ടമൊക്കെ ഒന്ന് പിടിച്ച് ഞാൻ നിൽക്കുക. നാളെ അല്ലാതെ കേറി ഡെമ്പൊന്നും പറഞ്ഞേക്കരുത്. ഞങ്ങളുടെ പിതാക്കന്മാര് ഗോപാലകന്മാരാ, ഇടയന്മാരാ, ആടുകളെ തീറ്റുന്ന, കന്നുകാലികളെ തീറ്റുന്നതാ ഞങ്ങളുടെ തൊഴില്. ഇത് ദൈവമക്കൾക്കുള്ള പാഠം. നിനക്ക് ഈ കൃപയിൽ വന്ന് സാക്ഷ്യത്തിന് അവസരം കിട്ടുമ്പോൾ ഇതുപോലെ ആയിരിക്കണം. ഞാനൊരു മഹാഭാവിയായിരുന്നു, എനിക്ക് യാതൊരു യോഗ്യതയില്ലായിരുന്നു, യാതൊരു അർഹതയില്ലായിരുന്നു, അയ്യോ ഞാൻ നശിച്ചു മുടിഞ്ഞു പോകേണ്ടതാ, ഞാൻ യേശുവിനെ കണ്ടതാ എൻ്റെ ഭാഗ്യം. നല്ല ഇടയനാകുന്ന യേശുവിനെ ആരാധിക്കുവാൻ, സ്നേഹിപ്പാൻ, സേവിപ്പാൻ എനിക്ക് ഇടയായതാ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം.
ഞാനും എന്റെ കുടുംബം അസ്തമിച്ചു പോകേണ്ടതാ, എന്റെ വീട്ടിൽ വിലാപപ്പന്തൽ വീഴേണ്ടതാ. പക്ഷേ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, ഈ കൃപയിൽ വരുവാൻ ഭാഗ്യമുണ്ടായി. പിന്നെ എന്റെ ഭാഷയെ ഞാൻ പറയാം, നിങ്ങൾ യോജിക്കത്തില്ലെങ്കിൽ ഞാൻ ഈ പെന്തിക്കോസ് വന്നതായ എന്റെ ഭാഗ്യം. ഇത് സന്തോഷത്തോടെ തണ്ടുകിടത്തോടെ എവിടെയും ഉച്ചസ്ഥരം പറഞ്ഞോണം, അതിനാരെയും ശങ്കിക്കരുത്. സ്തോത്രം. ഇത് പെന്തിക്കോസ് വന്നാലും പഴയ ഗീർവാൻ ഞങ്ങൾ ഏത് കുടുംബമാണെന്നറിയാമോ? ഞങ്ങൾക്കൊരു ചെറിയ ക്ഷീണം വന്നേ. പിന്നെ ചില വകുപ്പൊക്കെ പറഞ്ഞു കേട്ടില്ല. ഞങ്ങൾ അവിടെ പാറാനിക്കല്ലേ വല്ലവും പുകഴാനുണ്ട്, കാൽവറി കുറിച്ചില്ല. ജ്ഞാനി തന്നെ ജ്ഞാനത്തിലും ധനവാൻ തന്നെ ധനത്തിലും ബലവാൻ തന്നെ ബലത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനെ യഹോവയിൽ പ്രശംസിക്കണം. യോഗ്യതയുള്ളത് കൊണ്ടല്ല ഇതിനകത്ത് വന്നത്, യോഗ്യത ഇല്ലാഞ്ഞത് കൊണ്ടാണ് ഇതിനകത്ത് വന്നത്. സ്തോത്രം. വിശേഷത ഉള്ളത് കൊണ്ടല്ല എന്നെ നിങ്ങൾ തെരഞ്ഞെടുത്തത്, യാതൊരു വിശേഷത ഇല്ലാതെ കിടന്നത് കൊണ്ടാ അവിടുന്ന് നമ്മെ തെരഞ്ഞെടുത്തത്. സ്തോത്രം, സ്തോത്രം. മനസ്സിലായോ? ഈ വയനാട്ടിൽ യോഗ്യത ഇല്ലാഞ്ഞത് കൊണ്ടായി കൃപയ്ക്ക് നിങ്ങൾ വന്നത്. മാനുഷികമായി പഠിച്ച യോഗ്യതയുള്ള പലരും ഇവിടെ ഈ നാട്ടിൽ എന്തുവാ വീരേന്ദ്രകുമാർ രക്ഷിക്കപ്പെടാഞ്ഞ്? ലോകപരമായിട്ട് നല്ല യോഗ്യതയല്ലേ, വിദ്യാഭ്യാസം കൊണ്ട് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. പക്ഷെ അങ്ങേർക്ക് കിട്ടാതെ പോയ ഭാഗ്യമാ ദൈവം നമുക്കൊരുക്കിയത്. ഈ കൃപയിൽ വന്നതാണ് നമ്മുടെ ഭാഗ്യം. കരുത്തനാമവൻ കരത്തിനാൽ പിടിച്ചിരിക്കയാൽ ഒരുത്തനും പിടിച്ചുവർ പിരിക്കുവാൻ കഴിഞ്ഞിട. വിരുദ്ധമായി വരുന്നതൊന്നു ഏതുമേ ഭയന്നിടാ. വിരുദ്ധമായി വരുന്നതൊന്നു ഏതുമേ ഭയന്നിടാ. ഇതെന്തു ഭാഗ്യം ചേർന്നു ഞാനിതാ, ഇതെന്തു ഭാഗ്യം. ഇത്ര ശ്രേഷ്ഠനാഥൻ എൻ്റെ മിത്രമായി ഭവിച്ചുക. ഇത്ര ശ്രേഷ്ഠനാഥൻ എൻ്റെ മിത്രമായി ഭവിച്ചുക. ഇതെന്തു ഭാഗ്യം. എന്നെ കേൾക്കുന്ന പ്രിയരെ, വല്ലതും പുകഴാനുണ്ടെങ്കിൽ അത് കാൽവറി ക്രൂശില. അപ്പോൾ യോസേപ്പ് ജ്യേഷ്ഠന്മാരോട് പറഞ്ഞു, പർവ്വം വിളിച്ചു ചോദിക്കുമ്പോൾ നിങ്ങൾ സത്യം പറയണം, കന്നുകാലികളെ ആടുകളെ മേയ്ക്കുന്നതാണ്. രണ്ട് പ്രയോഗം, ഇടയന്മാരും ഗോപാലകന്മാരും എന്ന് പറഞ്ഞ ആടിനെയും പശുക്കളെയും തീറ്റുന്ന തൊഴിൽ. അത് യോസേപ്പ് മനഃപൂർവ്വമായിട്ട് പറയിപ്പിച്ചതാ. ഇവരല്ലെങ്കിൽ കയറി വകുപ്പൊക്കെ പറയും, അപ്പടി ഇപ്പടി എന്നൊക്കെ പറയും. കാരണം ഇവര് ക്ലിയർ ആയിട്ടില്ലെന്ന് യോസേപ്പിന് നല്ലതുപോലെ അറിയാം. ഇവർ ഈ പെന്തിക്കോസ് വന്നെങ്കിൽ അത്ര ക്ലിയർ ആയിട്ടില്ല, വല്ലപ്പോഴും എടുക്കുകയും ഒക്കെ ഉണ്ട്. ചുണ്ടും കീറിയും നോട്ടമൊക്കെ കാണുമ്പോൾ അറിയാം. എന്നാലും നീ സൺഡേ വന്നിരിക്കുന്നല്ലോ, അത് വലിയ കാര്യം, വലിയ കാര്യം. എന്നാലും ലക്ഷണത്തിൽ അറിയാം, പിന്നെ മുഖമൊക്കെ കാണുമ്പോൾ അറിയാം. ഈ വിശുദ്ധ വിമാനം വന്നപ്പോൾ ഒരു ചെറിയ സ്മെല്ലുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ആരും കൊടുക്കുന്നില്ലല്ലോ, ചിലക്ക് രക്ഷയായി. എന്തായാലും യോസേപ്പിന് അറിയാം ഇവരത് ക്ലിയർ ആയിട്ടില്ലെന്ന്. അതുകൊണ്ട് യോസേപ്പ് പറഞ്ഞു, ഇത് സത്യം പറയണേ. അവിടെ ചെന്ന് പറവൻ ചോദിക്കും, എനിക്ക് ഇടയ്ക്ക് കയറാനൊക്കത്തില്ല, നിങ്ങൾ സത്യം പറഞ്ഞു. ഇനി അതിന് വേറൊരു ആത്മീക പാഠം, ഇടയന്മാരും ഗോപാലകന്മാരും. അപ്പൊ അതിന്റെ അർത്ഥം പിടികിട്ടി, ആടുകളെ തീറ്റുന്നവരും പശുക്കളെ മേയ്ക്കുന്നവരും. ആടും പശു. അപ്പൊ അത് പുറകോട്ടൊന്ന് പഠിച്ചാൽ, എന്റെ ഭാഷാശൈലി പറയുക, യോസേപ്പ് ചേട്ടന്മാരോട് പറഞ്ഞതിന്റെ ഒരാശയം, ചേട്ടന്മാരോട് പറഞ്ഞതിന്റെ ആശയം എന്താ? നമ്മുടെ മൂടും ചുവടും മറക്കരുത്. മൂടും ചുവടും. ഇപ്പൊ ഇച്ചിരി കാശൊക്കെ ആയി, പിള്ളേര് അമേരിക്കയിലും പാർഷ്യയിലും ഒക്കെ പോയി. ഇപ്പം ഫോറിൻ സാരിയും ഫോറിൻ തുണിയും ഫോറിൻ സ്പ്രേയും ഒക്കെ കിട്ടിയത് കുഴപ്പമല്ല, നല്ല കാര്യം.
നേരത്തെ പുല്ല് മേഞ്ഞ വീടായിരുന്നു, ഇപ്പം പാർക്ക് കെട്ടിടമൊക്കെ ആയി, ഇച്ചിരി വസ്തുവും കൂടെ മേടിച്ചതൊക്കെ നല്ല കാര്യം. ഇപ്പം 3-4 ATM കാർഡും ഒക്കെ കയ്യിൽ ഇരിപ്പുണ്ട്. കാണിക്കുമൊന്നും വേണ്ട, അതിൻ്റെ നമ്പരും ഒന്നും പറയണ്ട, അതൊക്കെ ഇരിക്കട്ടെ, അതൊക്കെ നല്ല കാര്യം. പക്ഷേ വണ്ടിയൊക്കെ ആയി, പണ്ട് കാളവണ്ടിയാ, ഇപ്പം സ്ഥിതിക്കൊക്കെ ദൈവം, അതൊക്കെ നല്ല കാര്യം. പക്ഷെ മൂടും ചോടും മറക്ക. പിന്നിട്ട് ആ വഴികളും ദൈവം നടത്തിയ വിധങ്ങളൊന്നും ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയും, സഹോദരിമാരോടും ഒക്കെ ഞാൻ പറയാറുണ്ട്, ഒരു നല്ല സാരി കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ച സമയമുണ്ട്. നല്ല സാരി കിട്ടുകാരനെ കൊടുത്തോണ്ട് മാസയോഗത്തിന്, പക്ഷെ ആഗ്രഹിച്ചതുപോലെ അന്ന് കിട്ടിയില്ല. പക്ഷെ ഇപ്പം ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇപ്പൊ യോഗത്തിന് പോകുന്നില്ല. അത് ഒരു പരമാർത്ഥമായ കാര്യമാണ്. അല്ല, സത്യം പറയണമല്ലോ. പിന്നെ ഈ യോഗത്തിന് വരാൻ കാര്യം, ഇങ്ങനെ കാവാലം പാസ്റ്റൊന്ന് കേട്ടിട്ടുണ്ട്, എന്നാ ഇന്ന് പോയെന്ന് കാണാം. അയാൾ ബോധമുള്ളവനല്ലെന്നാ പലരും പറയുന്നു. അയാൾ ചള്ളും പൊട്ടുമൊക്കെ പറയും. ഇന്ന് എന്നാ പറയുന്നത് നമുക്ക് വൈകിട്ട് പകലൊന്ന് കേൾക്കാം. വലിയ തരക്കേടില്ലെങ്കിൽ വൈകിട്ട് നമുക്കൊന്ന് എനിക്ക് മോഹം കാണും പറയും, അങ്ങനെയൊക്കെ ഉന്നം വെച്ചായി വന്നെന്ന്. വൈകിട്ടൂടെ കൂടാമോ? വൈകിട്ടൂടെ വരാമോ എന്ന്? ഞാൻ ഇത്രയും ദൂരം വന്നതല്ലേ, അപ്പൊ നിങ്ങളെ അടുത്ത് നിന്നൊന്ന് വരുന്നതിന്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, മൂടും ചുവടും ഒന്നും മറക്കരുത്. ഞങ്ങളുടെ ഒരു കുഞ്ഞിപ്പാപ്പൻ ഉണ്ടായിരുന്നു, മരിച്ചു പോയി. അപ്പൊ കുഞ്ഞിപ്പാപ്പന് ഒരു യോഗത്തിന് പോകാൻ നേരത്തെ പുള്ളിയുടെ വണ്ടി ഓടിക്കുന്ന അദ്ദേഹത്തിന് വയ്യാഴിയായി വന്നില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, അവനോട് ചോദിച്ചിട്ട് എന്നെയും കൂടെ യോഗത്തിനൊന്ന്. പുള്ളി അടുത്ത വീട്ടിലെ പുള്ളിക്ക് കാറുണ്ട്. അപ്പം അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ പുള്ളി ഉഴപ്പി ഈ കുഞ്ഞിപ്പാപ്പനെ സങ്കടവും ഒരു ചെറിയ അരിശവും ഒക്കെ വന്നേച്ച് എന്നോട് ഒരു സഹോദരനുണ്ട്, ഞങ്ങളുടെ അവൻ എന്നാ കാറ് കാണാൻ തുടങ്ങിയത്? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. ഇവൻ എന്നാ കാറ് കിട്ടിയത്? ഇവനുണ്ടായിരുന്ന കാറ് മഴക്കാറ്, 30 ഇവനുള്ള കാറാണ് മഴക്കാറ്. അല്ലാത്ത ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. മൂടും ചുവടും മറക്കരുത്. ദൈവം നിന്നെ നടത്തിയ വിധങ്ങളൊന്നും മറക്കരുത്. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ പ്രസംഗിച്ച സന്ദർഭം വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറിയ സാക്ഷ്യം പറയാനൊരു സന്ദർഭം ഉണ്ടായി. ഞങ്ങളുടെ സഭയിലെ കൂട്ടായ്മയിൽ വരുന്ന ജോസഫ് പാസ്റ്ററുടെ വീട്ടിൽ ഒരു ഉപവാസ പ്രാർത്ഥന. അപ്പൊ കുറച്ച് ദിവസം മുമ്പ് അപ്പൊ ഉപവാസ പ്രാർത്ഥന അവിടെ തബല വായിക്കാൻ വരുന്നൊരു ഷിനു ഉണ്ട്. തബല വായിക്കാൻ വരുന്നത്, മൃദംഗം വായിക്കുന്നതല്ല, തെറ്റിദ്ധരിക്കരുത്, തബല വായിക്കുന്ന അദ്ദേഹം ഞങ്ങളിങ്ങനെ സംസാരിച്ചും പറഞ്ഞു, ഓ ഭാഷക്ക് എന്നാ കുഴപ്പം, ഭാഷക്ക് വണ്ടിയൊക്കെ ഉള്ളത് കൊണ്ട് പോവുകയും വരികയും. ഞാൻ പറഞ്ഞു, നീ എന്നോട് ചില കാര്യം പറയാനുണ്ട്, കർത്താവ് പറഞ്ഞ പോലെ പ്രത്യേനോട് മുമ്പേ പോകാൻ പറ, നീ അവിടെ. ഞാൻ പറഞ്ഞു, ചിനു ഈ വണ്ടി എന്നാ കാണാൻ തുടങ്ങിയത്? എന്നാ നാളാ ഈ വണ്ടിയെ? വണ്ടി ഇല്ലാഞ്ഞ കാലത്തും യോഗം മുടക്കിയിട്ടില്ല. ഇല്ല, യോഗത്തിന് പോകും, ഒറ്റ യോഗം മുടക്കുകയില്ല, കഴിവിന്റെ പരമാവധി. അതുപോലെ അസുഖങ്ങളോ, പിന്നെ ഞാൻ യോഗം ചിലപ്പോൾ ചില യോഗത്തിന് പോകാത്തത് ഈ മരണ വീടുകളിൽ ഞാൻ പോകും. അപ്പൊ അങ്ങനെ ഏതെങ്കിലും യോഗങ്ങൾക്ക് ഭംഗം വന്നെന്നല്ലാതെ ദുഃഖ വീട്ടിൽ പോകും, അതിനാലാവും വിധം ചെന്ന് സഹകരിക്കും. ഞാൻ പറഞ്ഞു, ഷിനു ഞാനൊരു ചെറിയ സാക്ഷ്യം പറയാം. ഞാൻ രക്ഷിക്കപ്പെട്ട് പെന്തിക്കോസ് വന്നപ്പം വീട്ടിൽ അല്പം പ്രതികൂല ആരംഭ സമയത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബൈബിൾ സ്കൂളിലോട്ടൊക്കെ അങ്ങ് പോയി പഠിച്ച്. അപ്പൊ ഇന്നത്തെ പോലെ എല്ലാവർക്കും മൊബൈലില്ല, മിക്ക വീട്ടിലും ലാൻഡ് ഫോണും ഇല്ല. ഇപ്പൊ നമുക്ക് മൊബൈൽ ഉള്ളത് കൊണ്ട് ഒന്ന് വിളിക്കാം, അയ്യോ ഞാൻ അങ്ങോട്ടൊന്ന് വരുന്നുണ്ട്, അല്ലെ എനിക്കൊന്ന് വിശ്രമിക്കണം, അല്ലെ ഞാൻ വിളിച്ച് പറയാം, പറഞ്ഞൊരു വീട്ടിൽ ഏത് സമയത്ത് നമുക്ക് ചെല്ലാം. നമുക്ക് വേണ്ടപ്പെട്ട വീടുകളാണെങ്കിൽ ഏത് സമയത്തും അവരും പ്രതീക്ഷിക്കും, അല്പം വൈകിയാന്നേരും പ്രതീക്ഷിക്കും. എന്നാൽ പണ്ടങ്ങനെ ഒക്കത്തില്ല, അസമയത്തൊരു വീട്ടിൽ ചെല്ലാൻ പറ്റുമോ? ഒക്കത്തില്ല. ഞാൻ ഷീനുണ്ട് പറഞ്ഞ, അന്ന്
വീട്ടിൽ ചെല്ലാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളും ഉണ്ട് അന്ന്. അതില്ല, കാവാലത്തോട്ടൊക്കെ പോകണമെങ്കിൽ 10 മണി കഴിഞ്ഞാൽ പിന്നെ ചങ്ങനാശ്ശേരി ബോട്ട് കടവിൽ നിന്ന് ബോട്ടും ഇല്ല. 10 മണിയാകുമ്പോൾ തീരും. പിന്നെ രാവിലെ ഉള്ളു. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. അപ്പം 1-2 അപ്പം ഞാൻ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു ചിന്നു, അങ്ങനെയുള്ള രംഗങ്ങളിൽ ഞാൻ ഈ ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിലും കോട്ടയം ബസ് സ്റ്റാൻഡിലും തിരുവല്ല ബസ് സ്റ്റാൻഡിലും ഒക്കെ 1, 2, 10, 100 അല്ല അനേക രാത്രി ഇരുന്ന് വെളുപ്പിച്ചിട്ടുണ്ട്. വണ്ടിയൊന്നുമില്ല. ആ സമയത്തൊരു വീട്ടിൽ കയറി ചെല്ലാൻ പറ്റുമോ? ഒക്കത്തില്ല. അവിടെ ഇരുന്ന് നേരം വെളുപ്പിച്ചിട്ടുണ്ട്. വീട്ടിൽ ചില സമയത്ത് ചെല്ലാൻ പറ്റാത്ത ആരംഭ സമയത്ത്, പിന്നെ ചില സമയത്ത് അങ്ങനെ ഇരിക്കുന്നതും ബുദ്ധിമുട്ടായതുകൊണ്ട് ചിലപ്പം ചെയ്തിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് ബസ് കയറും, കൊട്ടാരക്കരയ്ക്ക് പോകേണ്ടിയിട്ടല്ല, കോട്ടയത്ത് നിന്ന് ബസ്സിൽ കയറിയിരിക്കും, സുഖമായിട്ട് ഉറങ്ങി കൊട്ടാരക്കര ആ ബസ്സിൽ തന്നെ ഇരിക്കും ചിലപ്പം. അല്ലെങ്കിൽ അടുത്ത ബസ്സിൽ കയറി തിരിച്ച് കോട്ടയത്ത്. അപ്പം നേരം വെളുക്കും. അത് 1, 2, 10 അല്ല, അനേക പ്രാവശ്യം. പക്ഷെ യോഗം മുടക്കിയിട്ടില്ല. ഇപ്പൊ നമ്മൾ കാറയിലോ മറ്റു വണ്ടികളിലൊക്കെ പോകുമ്പം പഴയതൊന്നും മറക്കരുത്. അപ്പൊ യോസേഫ് ആ ഉദ്ദേശത്തോടാ ചേട്ടന്മാരോട് പറഞ്ഞത്, ഇടയന്മാരാണ് ആടുകളെ തീറ്റുന്നവരാ, കന്നുകാലികളെ മേയ്ക്കുന്നവരാ, ഗോപാലകന്മാരാണ് പറയുന്നത്. 2 മൃഗത്തെ ആസ്പദീകരിച്ച, 1 ആട്, 2 പശു. ഇതിന്റെ ആശയം ആ മൂടും ചുവടും ഓർക്കണം. അതിന് ഇവരുടെ ഈ 2 സ്ത്രീകളിൽ നിന്ന് ഈ ഗോത്രപിതാക്കന്മാരെല്ലാം ഉടലെടുത്തത്. അതിന്റെ തെളിവാണ് ഈ പട്ടണവാതിക്കൽ വെച്ച് ബോവസിന്റെയും രൂത്തിന്റെയും വിവാഹം. പട്ടണവാതിക്കൽ വെച്ച് ആ വിവാഹം സംഭവം പിന്നീട് അന്നിലെ വിഷയമാണ്. പട്ടണവാതിക്കൽ വെച്ച് വിവാഹം നടന്നപ്പോൾ മൂപ്പന്മാരെല്ലാം കൂടെ പറഞ്ഞു, ഇതിന് ഞങ്ങൾ ഇതിന് സാക്ഷികൾ. എന്നിട്ട് അവര് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അല്ലയോ ബോവസേ, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ഈ സ്ത്രീയെ ബാക്കി സഹോദരിമാര് പറഞ്ഞ് പൂരിപ്പിച്ചു തരണം. സഹോദരിമാര് നിങ്ങളൊന്ന് പൂരിപ്പിച്ചു തരാൻ ബാക്കി. മതിയൊന്നു ഇങ്ങനെയുള്ള കാര്യമൊന്നും പൂരിപ്പിക്കാൻ പലർക്കും താല്പര്യമില്ല. അല്ലാത്ത കാര്യമെല്ലാം നന്നായിട്ട് 4:11 വായിച്ചേ. ഏത് 4-ആയിരിക്കും? രൂത്ത്. മൈക്കിൽ കൂടെ വായിരും മോളെ. അതിന് പട്ടണവാതിക്കൽ ഇരുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത്, ഇതിന് ഞങ്ങൾ നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീ, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ, ഈ സ്ത്രീയെ അവർ ഇരുവരും ഇസ്രായേൽ ഗ്രഹം പണിതത്. നന്നായിട്ട് വായിച്ചേ. അവർ ഇരുവരും ഇസ്രായേൽ ഗ്രഹം. നന്നായിട്ട് വായിച്ചേ. ഗ്രഹം നന്നായിട്ട് വായിച്ചേ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത്. ഒക്കുന്നില്ല, നന്നായിട്ട് വായിച്ചേ. ഗ്രഹം, ഇസ്രായേൽ ഗ്രഹം, അങ്ങനെ തന്നെ. അല്ലല്ലോ, ഇതല്ല ഇങ്ങനെ. ഗൃഹം. എന്റെ പൊന്നച്ചായി ഉച്ചക്ക് എത്ര വലിയ കാര്യം. ഗൃഹം, മറ്റേത് ഗ്രഹം. ശുക്രൻ, വ്യാഴം, പ്ലൂട്ടോ അല്ലേ? പിന്നെ ശനിയാ, അത് എനിക്ക് മനസ്സിലായി. അപ്പൊ ശ്രദ്ധിച്ചേ. അല്ലയോ രൂത്തേ, ബോവസേ, ഞങ്ങൾ ഇതിന് സാക്ഷികൾ, ഈ വിവാഹത്തിന് ഞങ്ങൾ സാക്ഷികൾ. നിന്റെ സ്ത്രീയെ അല്ലെങ്കിൽ സ്ത്രീയെ യഹോവ റാഹേലിനെയും ലേയായെയും പോലെ ആക്കട്ടെ. അവർ ഇരുവരും അല്ലയോ
ഇസ്രായേൽ ഗൃഹം പണിതത്. ആണ്ടെ അങ്ങനെ സത്യം വായിച്ചോണേ, കുഴപ്പം എന്നാലും ചടയെന്ന് വായിച്ചല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇവർ ഇരുവരും അല്ലയോ ഇസ്രായേൽ ഗൃഹം പണിതത്. ഈ രണ്ട് സ്ത്രീ, ഞാൻ എപ്പോഴും എല്ലായിടങ്ങളിലും പറയും, ഇവിടെ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. കാരണം കുഞ്ഞു സഹോദരിമാരുണ്ട്, കുടുംബസ്ഥരായ സഹോദരിമാരുണ്ട്, മാന്യരായ മാതാക്കളുണ്ട്. നിങ്ങളെ എല്ലാം അഭിനന്ദിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെയും കൂടെ ബഹുമാനിച്ച് പറയുകയാണ്. അല്ലെ, ഭവനം പണിതെടുക്കുന്നത് ദൈവം കഴിഞ്ഞാൽ സ്ത്രീകളാണ്. ഞങ്ങളായൊന്നും ഇനി വെക്കാതിരിക്കുന്നതാ നല്ലത്. മേലോട്ട് കയറാൻ ഇപ്പൊ തന്നെ 40 കഴിഞ്ഞപ്പോഴേ പരിവക്കേടായി. എന്നാ മാമ, എന്നാന്നറിയോ, കെട്ടുന്നത് ഒരു സ്റ്റെപ്പ് പോലും എന്റെ അഭിപ്രായമാ കേട്ടോ. 2 നില പണിയാതിരിക്കുന്നതാ. വസ്തു ഉണ്ടെങ്കിൽ ഒരു നിലയെ തീർക്കുന്ന, ഒന്നുമില്ലെങ്കിൽ ആ കുന്തം പിടിച്ചോണ്ടാന്നേലും അടുത്ത മുറിയിലോട്ടൊന്ന് എന്തോ പറ വാക്കർ തെറ്റിയോ? ആര് വലിഞ്ഞു കയറാനാ മേളി? പിന്നെ ഈ പെണ്ണുങ്ങളാ കൂടുതലും 2 നില വേണമെന്ന് ചടിക്കുന്ന. കാരണം അപ്പുറത്തുകാർ 2 നില വെച്ചു. അത് കാണുമ്പോ ഇവക്ക് അപ്പോ എന്നിട്ട് ഇത് പണിതിട്ടേച്ച് തൂക്കുകയില്ല, തുടക്കുകയില്ല, വാരികയില്ല. ഗസ്റ്റ് വരുമ്പോഴാ, നാളെ ഗസ്റ്റ് വരുന്നുണ്ട്, നിങ്ങൾ മേളിലോട്ടൊന്ന് കയറിക്കുക. എത്ര നാളായി അയാളെ ചൂലുമായിട്ട് മേളില, അയാൾക്കും തീരെ വയ്യ, എന്നാലും അയാള് ഞാൻ തമാശ പറഞ്ഞ. ഈ ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, കൂനറിഞ്ഞേ നെവരാവൂ. ഒരു അഭിപ്രായം പറഞ്ഞതാ കേട്ടോ. നിങ്ങൾ 3 നില പണിതോ, വലിഞ്ഞു കയറുകയോ താഴെ പോവുകയോ, എനിക്ക് തന്നെ അത് പറഞ്ഞപ്പോൾ എന്നെ മുഖം അങ്ങ് വല്ലാതായല്ലോ. അപ്പൊ ശ്രദ്ധിച്ചേ, ഞങ്ങൾ പുരുഷന്മാർ സഹോദരന്മാർ ബിൽഡിംഗ് പണിത് അതിന്റെ മെറ്റീരിയൽ, ഇഷ്ടിക, മണ്ണും കമ്പി സിമന്റും ഒക്കെ ലോഡ് കണക്കിന് കൊണ്ടിറക്കി ഞങ്ങൾ അധ്വാനിച്ചതെല്ലാം ബിൽഡിംഗ് പണിത്. പക്ഷേ ഭവനം പണിയുന്നത് നിങ്ങളാണ്. ദൈവം കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് പണിതെടുക്കുവാനുള്ള ശുശ്രൂഷ, ആ കർത്തവ്യം, ഉത്തരവാദിത്വം, ആ വിശേഷത ഞങ്ങൾക്കല്ല ദൈവം തന്നിരിക്കുന്നത്, നിങ്ങൾക്കാ. സ്ത്രീകളാ വീട് പണിതെടുക്കുന്നത്. ഞാൻ പറയാറുണ്ട്, പുരുഷൻ താൻ തോന്നിക്കും തന്നിഷ്ടക്കാരനും വെറിയനോ കുടിയനോ അങ്ങനെ വരാതിരിക്കട്ടെ, ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. ഇനി അഥവാ ഈ വിധത്തിലുള്ള ഒരു സഹോദരനെ ആണെങ്കിൽ തന്നെ ആ വീട്ടിലെ അമ്മ സഹോദരി പ്രാർത്ഥിക്കുന്ന, ഭക്തിയുള്ള, ദൈവകൃപയുള്ള, എൻ്റെ ഭാഷ പറഞ്ഞ രക്ഷിക്കപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കർത്താവിൻ്റെ ജനത്തിൽ സാക്ഷിച്ച് തിരുമേശയെടുത്ത് വിശ്വസ്തയോട് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിക്കുന്ന ഒരു മാതാവാണെങ്കിൽ ആ കുടുംബം നശിക്കത്തില്ല. അങ്ങേര് വനാസ്ഥാനപ്പെട്ടു വരും. ആ തലമുറയും, എൻ്റെ ഭാഷ പറഞ്ഞ കാലാപ്പുറ തന്നെ പോവുകയല്ല, ആ തലമുറയും രക്ഷപ്പെടും. ആ ഭവനം ദൈവം പണിത് തരും. എത്ര കുടുംബങ്ങളെ ദൈവം പണിതു. അതിന്റെ എല്ലാം പിമ്പിൽ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ടായിരുന്നു, ആരാധിക്കുന്ന ഒരു അമ്മയുണ്ടായിരുന്നു. അനേക ദൈവദാസന്മാരും സഹോദരന്മാരും പറയുന്ന സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയുമാ ഞാൻ ഈ വിധത്തിൽ വരാൻ ഒരു മുഖാന്തരം. അനേകർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മച്ചി ഉറക്കമില്ലായിരുന്നു. ഞങ്ങൾ രാത്രിയിൽ എഴുന്നേൽക്കുമ്പോഴും അകത്തൊരു ഞരക്കം കേൾക്കാം. അമ്മച്ചി അന്ന് പായും മെത്തയും ഒന്നുമില്ല, ചണച്ചാക്കിന്റെ പുറത്തിരുന്ന് ഞരക. അതാ വീട് പണിതെടുക്കാൻ ദൈവം കഴിഞ്ഞാൽ പിന്നെ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചേക്കും. അങ്ങനല്ലയോ സദൃശവാക്യത്തിൽ ജ്ഞാനമുള്ള സ്ത്രീ അല്ല, വീട് പൊളിക്കുന്നത് നിങ്ങളാ. അങ്ങനല്ലേ 14-ാം അധ്യായത്തിന്റെ ഒന്ന് വായിച്ചേ. പെട്ടെന്ന് വായിക്കുമോളെ. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു. അടുത്ത വാക്യം കൂടെ വായിര്. ഭോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയും. അപ്പൊ പണിയുന്നത് നിങ്ങളാ. അത് മൈക്കിൽ കൂടെ പൊളിക്കുന്ന കാര്യം ഉറക്കെ പറഞ്ഞ മൈക്കിൽ കൂടെ അവര് കേൾക്കും. അല്ല, അത് ഞാൻ വായിച്ചു. പൊളിക്കുന്നത് നിങ്ങളാന്ന് പറ മൈക്കിൽ കൂടെ, അവര് കേൾക്കട്ടെ. പറയല്ലേ, നിനക്ക് പറയാമോ?
സ്തോത്രം. ഒരു സ്ത്രീ വിചാരിച്ചാൽ നിന്റെ വീട് പണിതെടുക്കാം. ഭർത്താവ് മുഴുക്കുടിക്കാൻ മദ്യപാനിക, തകർന്നു പോകരുത്. അങ്ങേരില്ലാത്തപ്പോ മുട്ടയിലിരിക്കണം. ദൈവസന്നിധി കരഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവമേ, സകല ഹൃദയങ്ങൾക്ക് രൂപാന്തരം വരുത്തുവാൻ കഴിവുള്ള നിന്റെ കരങ്ങളിൽ എൻ്റെ ഹസ്ബൻഡിനെ ഏൽപ്പിച്ചു തരികയാ. അവൻ ദോഷം വരാതെ വണ്ണം മാനസാന്തരം കൊടുക്കണം. നീ മുട്ടിപ്പായി പ്രാർത്ഥിക്ക്, ദൈവം അത്ഭുതം ചെയ്യും.